നമസ്കാരം. ലോകത്തിന് തന്നെ ഭീതിയായി മാറുകയാണ് പെർമാഫ്രോസ്റ്റ് എന്ന മഞ്ഞുപാളി. ഉത്തര ധ്രുവ മേഖലയിലെ കാലങ്ങളോളം പഴക്കമുള്ള മഞ്ഞുപാളികളാണിവ. ആദിമകാല ജീവികളുടെ കല്ലറ കൂടിയാണ് ഈ മഞ്ഞുപാളി. ഒരുപക്ഷെ ആദിമ മനുഷ്യരായ നിയാണ്ടർതാലുകൾ വരെ പല നൂറ്റാണ്ടുകളിൽ വൈറസ് ബാധയോ മറ്റോ മൂലം മരിച്ചവരുടെ ശരീരങ്ങൾ വരെയും ഈ മഞ്ഞുപാളിയിൽ തണുത്തുറഞ്ഞ് കിടപ്പുണ്ടാകാം. പല കാലങ്ങളിലായി നിരവധി മൃഗങ്ങളുടെ ശരീരങ്ങൾ വലിയ കേടുപാടുകൾ ഒന്നും കൂടാതെ നമുക്കിവിടെ നിന്ന് ലഭിച്ചിരുന്നു. മൃഗങ്ങളെപ്പോലെ തന്നെ സൂക്ഷ്മജീവികളെയും പെർമാഫ്രോസ്റ്റ് സംരക്ഷിക്കും. 2005 നാസ ഗവേഷകർ 32,000 വർഷം പഴക്കമുള്ള ചില സൂക്ഷ്മജീവികളെ പെർമാഫ്രോസ്റ്റിൽ നിന്നും കണ്ടെടുത്തു. മഞ്ഞിൽ നിന്ന് മുക്തരായ നിമിഷം തന്നെ ഇവ സജീവമായി മാറി. 2016 ധ്രുവപ്രദേശത്തിൻ്റെ ഭാഗമായുള്ള സൈബീരിയയിലെ യമാൽ പ്രദേശത്ത് വലിയ ആന്ത്രാക്സ് ബാധ ഉണ്ടാകാൻ കാരണമായത് വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞിലാണ്ടുപോയ ആന്ത്രാക്സ് ബാധിച്ച ഒരു മാനിൻ്റെ ശരീരമായിരുന്നു. ഇപ്പോഴിതാ പെർമാഫ്രോസ്റ്റ് മഞ്ഞ് നിക്ഷേപത്തിൽ നിന്ന് കണ്ടെത്തിയ 1.3 ലക്ഷം വർഷം പഴക്കമുള്ള മാമത്തിൻ്റെ ശരീരം ശാസ്ത്രജ്ഞർ പഠിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. യാന എന്ന് പേരിട്ടിരിക്കുന്ന മാമത്തിൻ്റെ ശരീരം റഷ്യയിലെ സാഖ റിപ്പബ്ലിക്കിലുള്ള പ്രത്യേക ഗവേഷണ ലാബിലാണ് പഠിക്കാൻ തുടങ്ങിയത്. അക്കാലത്തുണ്ടായിരുന്ന മൃഗശരീര ഘടനകൾ, സൂക്ഷ്മജീവി വികാസം, ഉത്തരധ്രുവത്തിൽ ഊഷ്ണമേറുന്നതിന് കാരണമുള്ള പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങളിലെല്ലാം വിലപ്പെട്ട വിവരങ്ങൾ ഈ ഫോസിൽ ഉപയോഗിച്ചുള്ള പഠനം നൽകുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷ. കൊല്ലമാണ് യാന എന്ന നദിയുടെ കരയ്ക്ക് സമീപം പെർമാഫ്രോസ്റ്റിൽ മാമത്തിനെ കണ്ടെത്തിയത്. 180 കിലോയായിരുന്നു ഇതിൻ്റെ ഭാരം. നേരത്തെ പറഞ്ഞതുപോലെ പ്രാചീന വൈറസുകൾ ഈ മൃതശരീരത്തിനോടൊപ്പം പുറത്തു വരുമോ എന്നാണ് ഇപ്പോൾ ആശങ്ക. തങ്ങളുടെ രൂപത്തിലും സ്വഭാവത്തിലും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുവാൻ വൈറസുകളെ കഴിഞ്ഞ് മറ്റാരുമുള്ളൂ. ഒരു ശരീരത്തിൽ പ്രവേശിച്ചാൽ ആ ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിൽ ജീവിച്ച് അവയുടെ പല സവിശേഷതകളും സ്വന്തം ഘടനയിലേക്ക് ആവാഹിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട് വൈറസുകൾക്ക്. സ്ഥിരമായ വാസസ്ഥലം മാറി ഒരു പുതിയ ജീവിയിൽ പ്രവേശിച്ചു എന്നിരിക്കട്ടെ, കെട്ടിലും മട്ടിലും പുതിയ ആളായിട്ടായിരിക്കും ചിലപ്പോൾ ആ വൈറസ് പുറത്തിറങ്ങുന്നത്. ഇത് ചിലപ്പോൾ മനുഷ്യന് 10 മടങ്ങ് ആക്രമണകാരിയാവാം. രോഗം പകരുന്ന രീതി, ലക്ഷണങ്ങൾ, മരണസാധ്യത എല്ലാം പഴയ വൈറസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പ്രാചീന വൈറസുകളുടെ ശേഷികളെക്കുറിച്ചോ വ്യാപന രീതികളെക്കുറിച്ചോ നമുക്ക് അറിവില്ലാത്തതിനാൽ അവയെ പ്രതിരോധിക്കുക ഏറെക്കുറെ അസാധ്യമായിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.